നിഴലുമില്ല. ടാഗോർ പറഞ്ഞ അതിമനോഹരമായി വരികൾ ഓർത്തെടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ വിരിയിച്ച ഈ നാടിന്റെ പ്രിയപുത്രൻ, നമ്മുടെ എല്ലാമായ നമ്മുടെ ഹൃദയഭിത്തികളിൽ എഴുതി ചേർത്ത രണ്ടക്ഷരം, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി മാഷ് ഈ ചടങ്ങിൽ തന്റെ മറുപടി പ്രസംഗം നടത്തുവാൻ ഹൃദ്യമായി ക്ഷണിക്കുക. ബഹുമാന്യനായ മാനേജർ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കുഞ്ഞുട്ടിയേക്കാം, അതുപോലെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഭയങ്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷർമിലി മേഡം, അതുപോലെ നമ്മുടെ ഇതിൽ സ്വാഗതം ആശംസിച്ച വളരെ വിശദമായി സാഹിത്യരൂപേണ വാചക കസത്തോടുകൂടി എല്ലാവരുടെയും ഹൃദയത്തെ തട്ടിക്കൊണ്ട് ഇതിലൊരു സ്വാഗത പ്രസംഗം നടത്തിയ നമ്മുടെ രാജുമാഷ്, അതുപോലെ നമ്മുടെ ഹൈസ്കൂളിലെ എൻ്റെ സുഹൃത്തുമായ ഗീത ടീച്ചർ, നമ്മുടെ വാർഡ് മെമ്പർ മൊസീന, അത് സിന്ധു ടീച്ചർ, TTIയിലെ പ്രിൻസിപ്പൽ സിന്ധു ടീച്ചർ, ഈ നഴ്സറിയിലെ പ്രധാനാധ്യാപിക ഗീത ടീച്ചർ, നമ്മുടെ ഗിരിജി കവിത പാടിയ ഗിരിജി ടീച്ചർ, അതിനേക്കാളുപരി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എൻ്റെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന PTA പ്രസിഡന്റ് എൻ്റെ സുഹൃത്തുമായ നിഷാദ്, പിന്നെ MDA പ്രസിഡന്റ് അഞ്ജലി, അർഫാത്ത്, അഷ്റഫ് സാംബ്രം, അവറാൻകുട്ടി, എനിക്ക് അവറാൻകുട്ടി, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, കൊച്ചുകുട്ടികളെ, നാട്ടുകാരെ, ചേച്ചിമാരെ, ഇന്ന് കുട്ടികൾക്ക് അന്നം കൊടുക്കുന്ന കൈകളായ ചേച്ചിമാരെ, എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് എനിക്കൊരു ക്രമം തെറ്റിപ്പോയിട്ടുണ്ട്. ഈ ക്രമത്തിൽ സംസാരിക്കാൻ കഴിയില്ല, വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്, ഒന്നും എഴുതി പഠിച്ചു വന്നതല്ല. നിങ്ങൾ ഈ തന്ന സ്നേഹോഷ്മളമായ യാത്രയെ അതൊരു സ്വപ്ന തുല്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇവിടെ വന്നത് 1992 എൻ്റെ അച്ഛൻ്റെ കൈപിടിച്ചുകൊണ്ട് തൻ്റെ 21ാമത്തെ വയസ്സിൽ ഇവിടെ വരുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കൂടെയാണ് മാനേജർ ജനാബ് മൊയ്തീൻകുട്ടി ഹാജി അവരുടെ അടുത്ത് പോയത്. എനിക്കിവിടെ ജോലി തരികയും അന്നു മുതൽ അദ്ദേഹം എന്നോട് കാണിച്ച ഒരു പേരക്കുട്ടിയോടുള്ള സ്നേഹവും, എൻ്റെ അച്ഛൻ ഇവിടെ എന്നെ എത്തിക്കാനുള്ള സാഹചര്യം ആദ്യമായി അത് ഓർക്കാതെ അല്ലെങ്കിൽ അത് പറയാതെ ഇത്രയും സ്നേഹനിധികളെ എൻ്റെ ഈ മുന്നിൽ നിൽക്കുന്നവരുടെ മുന്നിലേക്ക് എന്നെ എത്തിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ചു അവരെ ബഹുമാന്യരായ മാനേജർ ഉൾപ്പെടെ എൻ്റെ അച്ഛനെ ഒക്കെ ഓർത്തുകൊണ്ട് ആണ് അവരുടെ ഓർമ്മകളിൽ നമ്രശിരസനായി 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പെങ്ങളും കുട്ടികളും ഉൾപ്പെടെ ബന്ധുജനങ്ങളും എന്നെ ഏറെ സ്നേഹിക്കുന്നവർ പല സ്ഥലത്തും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് ദൃസാക്ഷികളാവാൻ അതോടൊപ്പം ജനങ്ങളുടെ ഞാൻ എൻ്റെ മാനേജറൊക്കെ പറയുമ്പോൾ എൻ്റെ മാനേജറുടെ വാക്കുകൾ, അതുപോലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ വാക്കുകൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കുകയായിരുന്നു. ഇത് ഞാൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്കാണ് അവരെല്ലാം എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ. സത്യത്തിൽ നീ തന്ന അല്പനിശ്വാസമായി ഒരു മഞ്ഞുകണമായി ഉരുകുന്നു ഞാൻ. മേനീര് പറ്റിയ കൺമിഴി കോണിലെ അടരാത്ത കണ്ണുനീർത്തുള്ളി പോലെ എന്ന് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ മഞ്ഞുതുള്ളിയെ പോലെ ഉരുകുകയായിരുന്നു നിങ്ങളുടെ വാക്കുകൾക്ക്.
ഈ നാട് എനിക്ക് തന്ന ഈ സ്നേഹവും ലാളനയും കാരുണ്യവും കൈത്താങ്ങും എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എനിക്കറിയാം, അന്ന് ഞാൻ വന്നതിന് ശേഷം 10 വർഷം അധ്യാപകനായി. പിന്നെ 2002 ശകുന്തള ടീച്ചർ പോയതിന് ശേഷം എന്നെ ഇവിടുത്തെ ഹെഡ് മാഷാക്കാൻ വേണ്ടി അന്ന് മാനേജറായിരുന്ന ബാപ്പുവൊക്കെ വിളിച്ചു ഓഫീസിലേക്ക്. മാഷ് ഇവിടുത്തെ ഹെഡ് മാഷ് ആവണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ 1-2 ഒഴിവ് കഴിവൊക്കെ പറഞ്ഞു നോക്കി. അതൊന്നും പറ്റില്ല, LP സ്കൂൾ അത്ര വർക്കൊന്നുമില്ല, നിങ്ങൾ ആവണം എന്ന് പറഞ്ഞു. അതാ സ്വതസിദ്ധമായ ശൈലി ബാപ്പുവൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുക്കുകയായിരുന്നു. ഈ വിദ്യാലയത്തിൻ്റെ അമരത്തിരിക്കുകയായിരുന്നു. അപ്പം തന്നെ ഞാൻ നമ്മുടെ മുദീൻകുട്ടി ഹാജി അവരുടെ തറവാട്ടിൽ പോയി. അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തെല്ലാം പോയി. ഞാനൊരു ഒക്ടോബർ 17 ഞാൻ ഈ സാരഥ്യം ഏറ്റെടുത്തു. എന്തോ നേരത്തെ പറഞ്ഞ പോലെ ഒരു അദൃശ്യമായ ഒരു താങ്ങ് എനിക്ക് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അന്നു മുതൽ ഇന്നേ വരെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഒരുപാട് കാരണങ്ങളും പ്രവർത്തനങ്ങളും സാധ്യതകളും ഞാനിവിടെ പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഈ നാട്ടിലെ ജനങ്ങൾ അവർ എന്നെ ശരിക്കും നെഞ്ചേറ്റുകയായിരുന്നു. ഞാൻ എന്ത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താലും ഉപജില്ലാ കലാമേള ഏറ്റെടുക്കാൻ പറഞ്ഞു, പ്രീ പ്രൈമറി കലാമേള ഏറ്റെടുക്കാൻ പറഞ്ഞു. ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഏറ്റെടുക്കുന്നത് എൻ്റെ ഈ കുറ്റൂരിലെ നന്മ നിറഞ്ഞ മനുഷ്യരെ ഉദ്ദേശിച്ചിട്ടാണ്. അവരുടെ ഞാൻ എന്ത് ഏറ്റെടുത്ത് വന്നാലും ഒരു മീറ്റിംഗ് വിളിച്ച് പറയുമ്പോഴേക്കും അവരെൻ്റെ കൂടെ നിന്ന് എന്താണ് മാഷെ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഓരോരുത്തരും തരുന്ന റോൾ എന്ത് എന്ന് മാത്രമേ അവർ ചോദിക്കാറുള്ളൂ. ഒരു സാമ്പത്തിക പ്രയാസമോ ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പ്രയാസമോ ഒന്നും ഈ നാട്ടിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ ഏത് പരിപാടിയും ഏറ്റെടുക്കാൻ എനിക്കത് ധൈര്യം തരികയും ചെയ്യും. ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് മാനേജ്മെൻറ്റ് 4 മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ബാപ്പുവൊക്കെ വളരെ സരസമായി കാര്യങ്ങൾ പറയുകയും പ്രായോഗികമായ ഒരു പൊതുപ്രവർത്തന രംഗത്തെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉള്ളതുകൊണ്ട് അത് എനിക്ക് എൻ്റെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇല്ലല്ലോ എന്ന് ഞാൻ ഈ അവസരത്തിൽ ചില ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് ഈറനണിയാറുണ്ട്. ബാപ്പുവൊക്കെ എന്നില്ലല്ലോ എന്ന് നോക്കി എന്നെ ഹെഡ് മാഷായി നിയമിച്ച ബാപ്പുവൊക്ക, അത് കഴിഞ്ഞ് കുഞ്ഞാപ്പുവൊക്ക മാനേജറായപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്നാണ് ഈ കെട്ടിടം ഉണ്ടായത്, നമ്മുടെ കുഞ്ഞാപ്പുവൊക്ക മാനേജറായിട്ട്. പിന്നീട് കുഞ്ഞുട്ടിയൊക്കയിൽ ആണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കുഞ്ഞുട്ടിയൊക്കയുടെ കൂടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ അന്നത്തെ മൺമറഞ്ഞു പോയ എല്ലാവരെയും ഈ അവസരത്തിൽ മുഹമ്മദ് മലേഷ് ഉൾപ്പെടെ ഓർക്കുകയാണ്. അതുപോലെ നാട്ടിൽ നിന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞു, ആദ്യത്തെ PTA പ്രസിഡന്റായിരുന്നു അബ്ദുൽ കരീം. ഒരു അപകടത്തിൽ മരിച്ചത് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് ഞാനതിനെ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെയാണ് ഇന്ന് അതേ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മകൻ നിഷാദാണ് ഇപ്പോൾ PTA പ്രസിഡന്റ്. പിന്നെ ഇവിടെ പിന്നീട് PTA പ്രസിഡന്റായവർ അവറാൻകുട്ടി, അസീസാക്ക, ദാസേട്ടൻ, കുഞ്ഞാലങ്കാക്ക, KPM സാക്ക, എറമങ്ങാട്
സതീഷ് ശർമ്മങ്ങാട്, നൗഷാദ്, അഷ്റഫ്, നിഷാദ് എത്തി നിൽക്കുകയാണ്. ഇത്രയും PTA പ്രസിഡന്റുമാരുടെ കൂടെ ജോലി ചെയ്തു പോന്നു. ഒരാളുടെ നേതൃത്വം വന്നപ്പോഴും നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ നമ്മോട് യോജിച്ചുകൊണ്ട്, നമ്മുടെ അധ്യാപകരോട് യോജിച്ചുകൊണ്ട് നിർലോഭമായ സഹകരണമാണ് ഈ സ്ഥാപനത്തിൽ തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ 3 ഡിവിഷനും 367 കുട്ടികളുമായി ഉണ്ടായിരുന്ന ഈ വിദ്യാലയം ഒരുപക്ഷെ 2012-13 ആകുമ്പോഴേക്കും 600-700 കവിഞ്ഞ് കുട്ടികളും നേഴ്സറി അടക്കം 1000-ലധികം കുട്ടികളുള്ള ഒരു പടുവൃക്ഷമായി, ഒരു വലിയ വൃക്ഷമായി ഈ വിദ്യാലയത്തെ മാറ്റുവാൻ ഞങ്ങളെ ആ ടീമെന്ന് പറഞ്ഞാൽ മാനേജർ, അധ്യാപകര്, നാട്ടുകാര്, രക്ഷിതാക്കള്, PTA എല്ലാവരും കൂടിയുള്ള ഒരു ടീമായി, ഒരു സാമൂഹ്യ ബന്ധം ഈ വിദ്യാലയമായി ഉണ്ടാവുകയും അങ്ങനെ ആ അടുപ്പത്തെ നമ്മൾ ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ എല്ലാ ബന്ധനവും ഇവിടെ ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ നാട്ടിലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ബന്ധപ്പെടുക ക്ലബ്ബ് പ്രവർത്തകരോടാണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിലപറമ്പ് നമ്മുടെ ഈ നാട്ടിലെ ഒരു പ്രശസ്ത ക്ലബ്ബാണ്. ഷർഫിയ കൂട്ടായ്മ നമ്മളെ ഈ നാടിൻ്റെ പുരോഗതിക്ക് പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ്. അതുപോലെ RPT പാരിക്കാട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഒരുപാട് ലോഭമായ സഹായങ്ങൾ നൽകുന്ന ഒരു ക്ലബ്ബാണ്. അതുപോലെ നമ്മുടെ ബസ്സിലെ ജീവനക്കാരായാലും ഓട്ടോ ഡ്രൈവർമാരായാലും എല്ലാം നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. ഈവൻ നമ്മുടെ എല്ലാവരും നഴ്സറിയിലെ അധ്യാപകരായാലും നഴ്സറിയിലെ HM ആയാലും അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചേച്ചിമാരായാലും എല്ലാം ഈ ഒരു കുടുംബത്തിലെ ഒരു കുടുംബമായി, ഒരു MHMLP കുടുംബമായി നമ്മുടെ PTAയും രക്ഷിതാക്കളും എല്ലാം ഇന്ന് തന്നെ ഉച്ചയ്ക്കൊക്കെ ഇവിടെ വന്ന സമയത്ത് കാണാൻ കഴിഞ്ഞ വല്ലാത്തൊരു രംഗമാണ്. എല്ലാവരും ഒരു വീട്ടിലെ പോലെ, സ്വന്തം വീട്ടിലെ പോലെയാണ് എല്ലാവരും പെരുമാറിയത്. അത്രയേറെ സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരുപാട് അവസരങ്ങളാണ് ഈ രക്ഷിതാക്കൾ എനിക്ക് തന്നിട്ടുള്ളത്. ഞാനിപ്പോഴും പറയുന്നു, ഈ മലപ്പുറം ജില്ല ഞാൻ അന്ന് ഇവിടെ അല്ല വന്നതെങ്കിൽ, നാട്ടിലെങ്ങാനായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരുപക്ഷെ എനിക്ക് ഇത്രത്തോളം സ്നേഹനിർഭരമായ ഒരു യാത്രയെ കിട്ടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നന്ദി. തൻ്റെ 20 വയസ്സ് വരെയാണ് ഞാൻ നാട്ടിലുള്ളത്. അതിനേക്കാൾ 3.5 പതിറ്റാണ്ടിൽ 1.5 പതിറ്റാണ്ടധികം ഞാൻ എൻ്റെ കാലം കഴിച്ചു കൂട്ടിയത്, എൻ്റെ യൗവനം കഴിച്ചു കൂട്ടിയത് ഈ കുറ്റൂരിൻ്റെ മണ്ണിലാണ് എന്നതുകൊണ്ട് തന്നെ, ഈ കുറ്റൂരിൻ്റെ മണ്ണിൽ ആഴത്തിലിറങ്ങിയ വേരായതുകൊണ്ട് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് കൂടി പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. അത്രയേറെ സ്നേഹം, ലാളനയും കാരുണ്യവും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കുറ്റൂരിൻ്റെ മണ്ണിൽ. ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും എന്നെ കൈപിടിച്ചുയർത്താനും സന്തോഷങ്ങളിൽ കൂടെ നിൽക്കാനും സങ്കടങ്ങളിൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് വീണ്ടും വിളിച്ചു വരുത്തി, ഞാൻ ഒന്നും അടിച്ചപ്പോൾ നിങ്ങൾ അവിടെ വീട്ടിലിരിക്കരുത്, ഇങ്ങോട്ട് വരെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി ഇവിടെ നിർത്തി ഈ കുട്ടികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും നാട്ടുകാരോടും കൂടി നിന്നപ്പോൾ ഞാൻ എല്ലാ ദുരന്തങ്ങളും, എൻ്റെ വ്യക്തിപരമായ ദുരന്തങ്ങളെല്ലാം മറന്നുപോയതാണ്. അത്രയേറെ കടപ്പാടും നന്ദിയുമുണ്ട് എനിക്ക് ഈ നാട്ടുകാരോട്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടും എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. ഇന്ന് ഒരു മാസത്തിലേറെയായി കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഈറനണി ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൂളിനടുത്തുള്ള ഒരു താത്ത പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു ഉണ്ണിമാഷ് പോവാൻ. അപ്പം ഞാൻ ഉറക്കത്ത് കണ്ടു മാഷെ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്നതെന്ന് പറഞ്ഞു. ഒരു പ്രായമുള്ള സ്ത്രീയാണ്, അവരും കരഞ്ഞു, എന്നോട് കരഞ്ഞു, പ്രായമുള്ള സ്ത്രീയാണ്. അപ്പം അതുപോലത്തെ സ്നേഹം എനിക്ക് വാരി കോരി തന്നിട്ടുണ്ട് നാട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ നാട്ടിൽ ഈ നാട്, അത് പ്രത്യേകിച്ച് ഒന്നുകൂടി പറയാം, നാട് എന്ന് പറയുമ്പോൾ ഒരു അപകടമുണ്ടായാൽ എപ്പോഴും പറയുന്നതാണ്, അവന് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അവിടെ കൊണ്ടുപോയി അവന് രക്തവും സഹായവും ചെയ്യുന്ന
ഒരു വണ്ടി അസമയത്ത് കേടായിപ്പോയാൽ അത് നന്നാക്കി അവനെ വീട്ടിലെത്തിക്കുന്ന, അതുപോലുള്ള ഒരു ദുരന്തമുണ്ടായാൽ അവൻ എന്ത് വേണം എന്ന് ചോദിച്ച് ഓടിയെത്തുന്ന, അതുപോലെ ഒരു മാറാരോഗമുണ്ടെങ്കിൽ അവൻ്റെ ഫണ്ട് എത്തിച്ചു കൊടുത്ത് അവനെ സഹായിക്കുന്ന ആ നാടിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് മലപ്പുറം ജില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു ഫീലിങ്സ്. എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലും പറയാറുണ്ട്, ഞാൻ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, പാതിമെയ്യായ കോഴിക്കോടോ പിന്നെ പാതിമെയ്യായ മലപ്പുറമോ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ മലപ്പുറമാണ്, എൻ്റെ കുറ്റൂരാണ് എനിക്ക് ഏറെ നന്ദി ചൊല്ലേണ്ട സ്ഥലം എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്ന സ്നേഹവും തലോടലും താങ്ങുമെല്ലാം എന്നെ ഒരുപാട് ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഇത്തരം ഒരു വേദിയിൽ എനിക്ക് ഇപ്പം തന്ന നിങ്ങളുടെ ഈ സ്നേഹോഷ്മലമായ സ്വപ്നതുല്യമായ, ആ വാക്കാണ് ഏറ്റവും നല്ലത്, സ്വപ്നതുല്യമായ ഈ യാത്രയെ എനിക്ക് തന്നപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു പക്ഷേ രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങിയ ഒരു അവാർഡിനേക്കാൾ വലുതായി ഇതിനെ ഞാൻ കാണുന്നു എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ ഇന്ന് കരഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ മോൻ 2 മക്കളും ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ എനിക്ക് തന്ന പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അത് തന്നെ എൻ്റെ അപ്പവും മനുവും എന്നെ ഓരോ ഉമ്മ വെച്ചപ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞു പോയി എൻ്റെ ഓഫീസിൽ വെച്ച്. അങ്ങനെയാണ് എൻ്റെ കണ്ണിന്ന് ആദ്യമായി ഇറങ്ങി. പിന്നെ ഗിരിജ ടീച്ചറുടെ കവിത കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു, രാജമാഷിന്റെ സംസാരം കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു. രാജമാഷും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പൊക്കിൾക്കൊടി ബന്ധമാണ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ അതാണല്ലോ. ആ പൊക്കിൾക്കൊടി ബന്ധത്തെക്കാൾ അടുത്തൊരു ബന്ധം വേറെയില്ല. അത്രത്തോളം ആഴ്ന്നിറങ്ങിയ ഒരു ബന്ധത്തിലാണ്, പറിച്ചു നടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണ് ഞാൻ രാജമാഷും തമ്മിൽ. ആ ബന്ധത്തിന്റെ ഊഷ്മളത ഒരുപക്ഷെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാപ്പോൾ പറയും, എൻ്റെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്. അപ്പൊ അലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, അലിയുവിൻ്റെ ഒക്കെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ രാജമാഷ് ഉണ്ണിമാഷ് എന്നിങ്ങനെ പറയും. പക്ഷേ ഒരു 2ാം നില ഇവിടെ വളർന്നു വരും, അവർ ഈ വിദ്യാലയത്തെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അവരുടെ 2ാം നിലയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഈ വിദ്യാലയത്തെ ഈ കുറ്റൂരിൻ്റെ മണ്ണിൽ എന്നും തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമായി ഈ മൊയ്തീൻകുട്ടി ഹാജി മെമ്മോറിയൽ സ്കൂൾ മാറണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മാനേജർ പറഞ്ഞ നല്ല വാക്കുകൾ, മാനേജർ പറഞ്ഞ 6ാമത്തെ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ പോലെ അതൊരിക്കൽ എന്തായാലും അത്രത്തോളം അങ്ങനെ പറയണമെങ്കിൽ ന്യൂട്ടാക്കല്ല നാവിൽ നിന്നും അത്തരം ഒരു വാക്ക് വരണമെങ്കിൽ അത്രത്തോളം അദ്ദേഹം എന്നോട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള